നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പഠന ക്യാമ്പ് നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് വലപ്പാട് മേഖലാ കമ്മിറ്റി KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ 6 ആണോ 5 ആണോ വലുതെന്ന് CPM വ്യക്തമാക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത UDF സ്ഥാനാർത്ഥി P വിനു വിജയിച്ചപ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തിൽ 6 ആണോ 5 ആണോ വലുത്? CPM-ന്റെ നാട്ടിക ലോക്കൽ കമ്മിറ്റി ഉത്തരം പറയണം. ഞങ്ങൾ പഠിച്ച കണക്ക്, ഞങ്ങൾ പഠിച്ച അരിത്തമാറ്റിക്സ്, ഞങ്ങൾ പഠിച്ച ജനാധിപത്യം 5 അല്ല വലുത്, 6 ആണ് വലുത് എന്നാണ്. 6 ആണ് വലുതെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി തുടങ്ങരുത്. നാട്ടിക പഞ്ചായത്തിലെ മാർച്ചിന് പ്രധാനപ്പെട്ട ആധാരശില ജനാധിപത്യം മാനിക്കപ്പെടണം, ജനാധിപത്യം മാനിക്കണം, ജനാധിപത്യം അംഗീകരിക്കണം. 14 അംഗ ഭരണസമിതിയിൽ UDF-ന് 6ഉം CPM-ന് 5ഉം അംഗങ്ങൾ മാത്രമാണുള്ളത്. ജനാധിപത്യത്തിൽ 6 ആണോ 5 ആണോ വലുതെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണമെന്ന് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. CPM നാട്ടികയിൽ വർഗീയതയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് എന്നും ഭരണം BJP പിന്തുണയോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നാട്ടികയിലെ ജനങ്ങളോട് തുറന്നു പറയാനും CPM തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, CPM BJP ഡീൽ ജനം തിരിച്ചറിയുക എന്നീ മുദ്രാവാക്യമുയർത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ നാട്ടിക പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ജനാധിപത്യത്തെയും ഭൂരിപക്ഷത്തെയും മുഖവിലക്കെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവണം. അതല്ല, ജനാധിപത്യത്തെയും ഭൂരിപക്ഷത്തെയും പാഴ്മുറം വെച്ച് മറച്ച് മുന്നോട്ട് പോയാൽ മാർക്സിസ്റ്റുകാര നിന്നെ അതിനനുവദിക്കുകയില്ല എന്ന സന്ദേശമാണ്, അടുത്ത താക്കീതാണ് ഈ പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് പിടിക്കാനിറങ്ങിയ BJP കേരളത്തെ നോക്കി കൊഞ്ചനം കുത്തുന്നത് പോലെ സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗോപിയായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിന് മുന്നിൽ സുരേഷ് ഗോപി നിൽക്കുന്നത്. അവിടെ BJP 9ാം വാർഡിലെ വിജയം പൂരം കളിക്ക് ജയിച്ചവരുടെ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് പറഞ്ഞു. ആ വെടിക്കെട്ട് നമ്മൾ നോക്കിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടത് അണ്ടിപോയ അണ്ണാന്റെ ഗതിയായി BJPക്ക്. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, സുനിൽ ലാലൂർ, P വിനു, ഹിരോഷ് ത്രിവേണി, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ശ്രമത്തെ പോലീസ് ചെറുത്തപ്പോൾ സംഘർഷഭരിതമായി.
ഉന്തും തള്ളുമുണ്ടായി. പോലീസുമായുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബലപ്രയോഗത്തിനൊടുവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പല പ്രവർത്തകരും കുഴഞ്ഞു വീണു. ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തുടർച്ചയായുള്ള ജലപീരങ്കി സ്ത്രീകൾക്ക് നേരെ അടിച്ചപ്പോൾ പ്രവർത്തകർ പ്രകോപിതരാകുകയും പോലീസ് വാഹനത്തിന് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു. പ്രകോപിതരായ പ്രവർത്തകരെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് സമാധാനിപ്പിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജുവിന്റെ നേതൃത്വത്തിൽ നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ PS സുൽഫിക്ക, KB രാജു, PS സന്തോഷ്, KK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, അബ്ദുൽ ഗഫൂർ തളിക്കുളം, VK മോഹനൻ, TV ഷൈൻ, CS മണികണ്ഠൻ, ജീജ ശിവൻ, CR രാജൻ, ബിജീഷ് പന്നിപ്പുറത്ത്, ഉസ്മാൻ അന്തിക്കാട്, ഷാനവാസ്, രഹന ഭിനേഷ്, MM ഇക്ബാൽ, ബാബു കുന്നുങ്ങൽ, ബിന്ദു പ്രദീപ്, CV ഗിരി, പ്രദീപ് താന്യം, ഷൈൻ പള്ളിപ്പറമ്പിൽ, KV സുകുമാരൻ, രമേശ് ഐനിക്കാട്ട്, CP വികാസ്, ഗീത വിനോദൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് വലപ്പാട് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയച്ചോട് KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം ഈ അടുത്ത കാലയളവിൽ ആ കരാറ് റദ്ദാക്കുകയും പകരം ഇന്ത്യയിലെ തന്നെ സംഘപരിവാറുമായിട്ട് ചേർന്ന് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് PI നൌഷാദ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക മുഖ്യപ്രഭാഷണം നടത്തി. PM ശരത് കുമാർ, ആൻഡോ തൊറയൻ, പ്രവീൺ രവീന്ദ്രൻ, ബാബു കുന്നുങ്ങൽ, രാനിഷ് K രാമൻ, CK ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, വയനാട് ജില്ലയിലെ മുണ്ടയ്ക്ക് ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം കമ്മിറ്റി രോഷാഗ്നി പ്രകടനവും പൊതുയോഗവും വലപ്പാട് ചന്തപ്പടിയിൽ നടത്തി. AIKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VR മോഹൻദാസ് അധ്യക്ഷനായി. AIKS വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട്, AG സുഭാഷ്, ബാബു വിജയകുമാർ, സീന കണ്ണൻ, കിഷോർ തളിക്കുളം, വസന്ത ദേവലാൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 മാസക്കാലമായി ഇന്ത്യയിൽ തന്നെ വളരെ കേട്ടിട്ടില്ലാത്ത വിധം വലിയ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ വയനാടിൽ നടക്കുകയുണ്ടായി. ആ ദുരന്തം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറിയും സംയുക്തമായി പൊതുജനങ്ങൾക്കായി സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ ക്യാമ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഏത് രോഗങ്ങൾക്ക് വേണമെങ്കിലും നമുക്കിവിടെ പരിശോധിക്കാം. അതുപോലെ തന്നെ മരുന്ന് വിതരണവും നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മരുന്നുകളും ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നമ്മുടെ ആശുപത്രിയിലായാലും എല്ലാ വർഷവും നമ്മള് 3 ആശുപത്രികൾക്കും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ആയുർവേദത്തിനായാലും നമ്മൾ എല്ലാ വർഷവും ഫണ്ട് നീക്കി വെക്കാറുണ്ട്. ആ ഫണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കൊടുക്കുന്ന ഫണ്ട് മുഴുവനും എക്സ്പെൻഡിച്ചർ ആക്കാറുണ്ട് ആ ഡോക്ടർമാര്. അപ്പൊ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് പഞ്ചായത്തിലുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നല്ലൊരു പ്രവർത്തനം നടത്തുന്ന കാര്യം ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രസിഡന്റ് E ബാലഗോപാൽ അധ്യക്ഷനായി. ഡോക്ടർ NA മാഹിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഒന്ന്, നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യകളിൽ മാറ്റം വന്നു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്.
മറ്റൊന്ന് സാംക്രമിക രോഗങ്ങളാണ്. അത് പല ജൈവാണുക്കൾ കൊണ്ടുണ്ടാകുന്നതാണ്. അത് ഇപ്പോ നമ്മൾ മഴ കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഇപ്പോഴും ഡെങ്കിപ്പനിയുണ്ട്, അതുപോലെ തന്നെ ടൈഫോയിഡ് ഉണ്ട്, വൈറൽ ഫീവർ പല സമയത്തായിട്ട് പല ഘട്ടങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പിത്തം ഇപ്പോൾ നമ്മള് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിചാരിച്ചിരുന്ന മുണ്ടിനീര് അല്ലെങ്കിൽ തൊണ്ണീക്കൽ ഇപ്പൊ ഇന്നലെ എന്റെ ഒപ്പില് ഒരു 4 വലിയ ആളുകൾ വന്നു മുണ്ടുനീരായിട്ട്. ചെറിയ കുട്ടികൾക്കതുണ്ട്. അതിനെതിരെ നമ്മള് ഗവൺമെന്റ് ഏറ്റവും നല്ല ഫലപ്രദമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. MMR വാക്സിൻ എന്ന് പറഞ്ഞിട്ട് അത് പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാതെ ഇരിക്കുന്ന കുട്ടികളിലാണത് വഷളാകുന്നത്. സെക്രട്ടറി പ്രേംകുമാർ, പി മാധവ മേനോൻ, അബ്ദുൽ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി എന്നിവർ സംസാരിച്ചു. വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ അക്ഷയ് കുമാർ, ഡോക്ടർ NA മാഹീൻ, ഡോക്ടർ അബ്ദുൾ വാരിസ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ തണ്ണിമത്തൻ കൃഷിക്കും പച്ചക്കറി കൃഷിക്കും തുടക്കമായി. പാട്ടുകുളങ്ങര സ്വദേശികളായ നരിക്കുഴിപ്പറമ്പിൽ ത്വാഹ, സഹോദരി സുമയ്യ എന്നിവർ ചേർന്നാണ് പാട്ടുകുളങ്ങരയിൽ ചിറങ്ങാട്ട് രമാരാജന്റെ 59 സെന്റ് സ്ഥലത്ത് തണ്ണിമത്തനും പച്ചക്കറിയും കൃഷി ചെയ്യുന്നത്. വാർഡ് മെമ്പർ അശ്വതി മേനോൻ വിത്ത് നടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പറഞ്ഞ പോലെ ഒരു നൂതന രീതിയിലുള്ള കൃഷി ഇവിടെ സുമയ്യ മിനിഞ്ഞാന്ന് വന്നിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ബ്രദർ താഹ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ എന്തായാലും ഇവിടെ എത്തിച്ചേരണം, ഇതിൽ പങ്കുചേരണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിയെത്തി. അപ്പോൾ എല്ലാവിധ ആശംസകളും. കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ മുഖ്യാതിഥിയായി. മറ്റെവിടെയും കാണാത്ത കുറേ സവിശേഷതകൾ നമുക്കിവിടെ കാണാൻ പറ്റും. തുറസായ സ്ഥലത്തുള്ള കൃത്യതാ കൃഷിയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൃഷി ഏറ്റെടുത്ത് നടത്താൻ വന്നിട്ടുള്ള സുമയ്യ ചേച്ചിയോട് ആദ്യം തന്നെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം വലിയൊരു ചെലവും അതുപോലെ തന്നെ നല്ല പോലെ ഒരു പരിചരണവും കാര്യങ്ങളും ഇതിലേക്ക് കൊടുത്താൽ മാത്രമാണ് ഇതൊരു വിജയമാക്കിയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. ചാമക്കാല മഹൽ ഖത്തീബ് ഉസ്താദ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർമാരായ അനിത കാർത്തികേയൻ, ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ് മുട്ടിച്ചൂർ, ശ്രീരാമൻചിറ പാടശേഖര സമിതി സെക്രട്ടറിയായ വിൽസൺ പുലിക്കോട്ടിൽ, കാഞ്ഞിരപ്പള്ളി മസ്ജിദ് സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി അറക്കൽ എന്നിവർ സംസാരിച്ചു. ഈ വർഷം സ്ഥലം കുറേ അന്വേഷിച്ച് നടന്നു. ലാസ്റ്റാണ് ഇങ്ങനൊരു സ്ഥലം കിട്ടിയപ്പോൾ ഏറെ ആവശ്യത്തോട് കൂടിയിട്ടാണ് ഈ തുടങ്ങാനായിട്ട് ഞാൻ നിൽക്കുന്നത്. കുറച്ച് പച്ചക്കറി ചെയ്യുന്നുണ്ട്, ചീര, വെണ്ട, കുക്കുംബർ, അങ്ങനെ കുറച്ച് പച്ചക്കറി ചെയ്യുന്നുണ്ട്. എന്തായാലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26-ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ
പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഇയർ ബോണൻസ് ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി അമ്മ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. തിരികെ വാർത്തകളിലേക്ക്. സമൂഹത്തിലെ ആഘോഷങ്ങൾ സന്നദ്ധ രക്തദാനത്തിന്റെ വേദികളാക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു പറഞ്ഞു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ NCC യൂണിറ്റ് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് ഓഫീസർ ക്യാപ്റ്റൻ ലതാ ശ്രീകുമാർ അധ്യക്ഷയായി. ഡോക്ടർ ബാലഗോപാൽ SM രക്തദാന പ്രസക്തി ഇന്ന് എന്ന വിഷയത്തിൽ സന്ദേശം നൽകി. രക്തദാന പ്രവർത്തകനായ അസീസ് കല്ലുംപുറം മുഖ്യാതിഥിയായി. സീനിയർ അണ്ടർ ഓഫീസർമാരായ ജോഷ്വ ജോസ്, കൃഷ്ണ VP, ജൂനിയർ അണ്ടർ ഓഫീസർമാരായ KR പുണ്യ, അരീന CS എന്നിവരുടെ നേതൃത്വത്തിലുള്ള കേഡറ്റുകളാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. 100ഓളം വ്യക്തികൾ രക്തദാന ക്യാമ്പിൽ രക്തദാനം ചെയ്തു. NCC യൂണിറ്റിനുള്ള IA-യുടെ ഉപഹാരം കേഡറ്റുകൾ ഏറ്റുവാങ്ങി. ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിനായി പഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാൻ ത്രിപുര സംസ്ഥാനത്തിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ കേന്ദ്ര സംഘം മതിലകം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെയും കിലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ISO സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച ദേശീയ ശില്പശാലയുടെ ഭാഗമായാണ് സന്ദർശനം. വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ എന്നിവരടങ്ങിയ 30 പേരുടെ സംഘമാണ് പഞ്ചായത്തിലെത്തിയത്. കില ISO ജില്ലാ കോർഡിനേറ്റർ ഗ്രീൻഷയുടെ നേതൃത്വത്തിലാണ് പഠന സംഘം സന്ദർശനം നടത്തിയത്. ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജന സാധ്യതകൾ, മാതൃകാ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വീഡിയോ ഡോക്യുമെന്റേഷൻ സംഘത്തിന് മുമ്പാകെ പ്രദർശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ റെക്കോർഡ് റൂം, ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ് എന്നിവ സന്ദർശിച്ച സംഘം പഞ്ചായത്തിന്റെ പ്രവർത്തന മികവിൽ തികഞ്ഞ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സെക്രട്ടറി KS രാമദാസ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനാറിന്റെ 20ാം ചരമവാർഷികം ആചരിച്ചു. വാടാനപ്പള്ളിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. AR വാസു അധ്യക്ഷനായി. സുരേഷ് മഠത്തിൽ, KC സുധ, കാഞ്ചന രാജു, KK അനിൽകുമാർ, ശാന്തി ബാസി, ഗിരീഷ് മാത്തുക്കാട്ടിൽ, AA യൂസഫ്, ഇഷ ദീക്ഷിത് എന്നിവർ സംസാരിച്ചു. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പഠന ക്യാമ്പ് താനും സർവീസ് സഹകരണ ബാങ്ക് പെരിങ്ങോട്ടുകര ബ്രാഞ്ച് ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, അജിത് കൊളാഠി, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, KM കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് CN ജയദേവൻ, അജിത് കൊളാഠി എന്നിവർ ചേർന്ന് പഠന ക്യാമ്പ് നയിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മഹാത്മാവെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അവര് കൗതുകത്തിന് വന്ന് കാണുക, ഇങ്ങനത്തെ ഒരു രൂപത്തിനെ കാണുക, ഒരു ആകാംക്ഷയോടുകൂടി. ഇങ്ങനെയാണ് ഇയാൾ ഒറ്റയ്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ വിറപ്പിക്കുന്നത്, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് കാണിക്കാൻ.
അപ്പൊ അവര് ചോദിച്ച ചോദ്യമാണ് മഹാത്മാ വാട്ട് ഈസ് ട്രൂത്ത്, മഹാത്മാവേ എന്താണ് സത്യം. അങ്ങയോടെ ഇത് ചോദിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് യു ആർ ബീങ് കോൾഡ് മഹാത്മാ. അങ്ങയെ ലോകം വിളിക്കുന്നത് മഹാത്മാ എന്നുള്ളതാണ്. ടാഗോർ അപ്പോഴേക്കും ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചിരുന്നു. സുഭാഷ് ബോസ് വിളിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഗാന്ധിജി ചിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ്, എന്താണ് സത്യം? നമ്മളൊക്കെ സത്യം പറയാറില്ല, ആണ് വെപ്പ്. ഒരുപാട് ആൾക്കാർ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഫാസിസം ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യക്കാരൻ ബഹുഭൂരിഭാഗം നുണ പറയുന്നതുകൊണ്ടാണ് 10 കൊല്ലം ഇയാൾ ഭരിക്കുന്നത്. ഗാന്ധി പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്താണ് സത്യം എന്നുള്ളതിന് ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മദർ PTA-യുടെ നേതൃത്വത്തിൽ പോക്സോ ആക്ടിനെ കുറിച്ചും നിയമ നടപടിക്രമങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫാസ്റ്റ് ട്രാക്ക് സെക്ഷൻ കോർട്ട് താലൂക്ക് ലീഗൽ ജില്ലാ ജഡ്ജി വി വിനീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ അഡ്വക്കേറ്റ് റാണി അശോക് ക്ലാസ് നയിച്ചു. TLSC സെക്രട്ടറി ശാന്തകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ആമുഖ പ്രസംഗം നടത്തി. ചടങ്ങിൽ മദർ PTA കൺവീനർ ജസീന ഷിൻദത്ത് അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പൽ ജ്യോതി A, PTA വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതിഷ് ഗോപി, രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഭരണഘടന, നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാനുമുള്ള അധികാരം കിട്ടുന്നത് ഈ ഭരണഘടനയിൽ നിന്നാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും തുല്യരാണെന്നൊരു ആർട്ടിക്കിൾ 14, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14 പറയുന്നത് all are equal before law. എല്ലാവരും തുല്യരാണ്. എല്ലാവരും തുല്യരെന്ന് പറഞ്ഞാൽ നാളെ മുതൽ എന്താണ്, ടീച്ചറും ഞാനും ഇന്നലെ ഒരു മാഡം വന്ന് പറഞ്ഞിട്ട് എല്ലാവരും തുല്യരാണ്, ടീച്ചറും ഞാനും ഒരേപോലെയാണ് എന്ന് ആരും പറയാൻ നിൽക്കണ്ട. തുല്യതയിൽ തുല്യത, അതായത് ടീച്ചേഴ്സിന് ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരേപോലത്തെ തുല്യത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെറിബ്രൽ പൾസി രോഗം മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടിക്ക് ചലന സഹായ വാഹനം കൈമാറി. മണലൂർ ചിറയത്ത് ഡിറ്റോയുടെ മകൻ ഡാനിയൽ ജോസഫിനാണ് തൃശൂർ റോട്ടറി ക്ലബ് കൾച്ചറൽ ക്യാപിറ്റൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വാഹനം നൽകിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ക്ലബ് ജില്ലാ പ്രസിഡന്റ് അമീഷ് കാർത്തികേയൻ, സെക്രട്ടറി ഫ്രെഡി, മെമ്പർമാരായ നിതിൻ, ദീപു, കൃപേഷ്, CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറി MT താജൻ, ഉഷ ഡേവിസ് എന്നിവർ പങ്കെടുത്തു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ 20 ദിവസമായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൽ മുരളിക K, പാലക്കാട്, ആര്യവൃന്ദ എന്നിവരുടെ സംഗീത കച്ചേരി നടന്നു. തൃശൂർ ദുർഗ P ഗോപകുമാർ, ഭദ്ര P ഗോപകുമാർ, കൊല്ലം തില്ലാന നാട്യഭൂമിയിലെ പാർവതി പ്രവീൺ, ശ്രീനന്ദ ആനന്ദ് എന്നിവരുടെ ഭരതനാട്യാർപ്പണവും ഉണ്ടായിരുന്നു.
ദേവനാഭി അനീഷിന്റെ ദേവകി വസുദേവം, ശ്രീകൃഷ്ണ ജനനം കഥയും പാർവണേന്ദു നിരഞ്ജൻ ഭസ്മാസുരവധം കഥയും കേരള നടനത്തിൽ അവതരിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട അമൃതവർഷിണിയുടെ ഭജനാമൃതവും നടന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കലാകാരന്മാരുടെ ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്ന കേരള കലാ സാംസ്കാരിക വേദിയുടെ 5ാം വാർഷികാഘോഷം ഞായറാഴ്ച വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഭകളെ ആദരിക്കൽ, ധനസഹായ വിതരണം, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. സിനിമാ താരം മാളവിക വെയിൽസ് ഉദ്ഘാടനം ചെയ്യും. മോഡലും നടനുമായ സനൽ കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മണപ്പുറം CEO VP നന്ദകുമാർ ധനസഹായ വിതരണം നടത്തും. ആവണങ്ങാട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. തുടർന്ന് സിനിമ, സീരിയൽ, നാടക പ്രതിഭകളായ ലിഷോയ്, സിദ്ധരാജ്, ഷൈജൻ ശ്രീവത്സം എന്നിവർ അഭിനയിക്കുന്ന ഊരുഭംഗം നാടകം അരങ്ങേറും. പത്രസമ്മേളനത്തിൽ ലിഷോയ്, സിദ്ധരാജ്, സജിതാർ സതീഷ്, രാജൻ വേളേക്കാട്ട് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പഠന ക്യാമ്പ് നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് വലപ്പാട് മേഖലാ കമ്മിറ്റി KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.